ആർക്കൊക്കെ ഫ്രീലാൻസ് തുടങ്ങാം, എപ്പോൾ തുടങ്ങാം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യവുമാണ്. ഫ്രീലാൻസിങ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ട് ആയിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, റിസ്ക് എടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ട് ആയിരിക്കണമെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്കൊരു വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വർക്കിൻ്റെ പേയ്മെൻറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലയൻറ്റിലൂടെ കിട്ടാവുന്ന ഒരു റെഫറൻസും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് മിനിമം 1 or 2 years എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ ഫ്രീലാൻസിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീലാൻസിങ്ങിലേക്ക് വരാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നെറ്റ്വർക്കിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയുമായും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയുമായുള്ള ആൾക്കാരുമായി ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു വർക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയുമായിട്ടുള്ള ഒരു വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി ഡിസ്കസ് ചെയ്യാം. അവരെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള മേഖലയുമായുള്ള ആൾക്കാരുമായി കണക്ഷൻ വേണമെന്ന് പറയാൻ കാരണം, നിങ്ങൾക്കൊരു വർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള മേഖലയുമായി കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പും ചോദിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, റിസ്ക് എടുക്കാനുള്ള മനോഭാവം. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീലാൻസിങ്ങിലേക്കുള്ള യാത്ര കല്ലുമുള്ളും നിറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 മാസം, ചിലപ്പോൾ 1 വർഷം വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാനുള്ള ഒരു മനോഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ 2-3 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും തിരികെ ജോലിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാധ്യതകളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മാക്സിമം ബാധ്യതകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഫ്രീലാൻസിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ജോലിയോടൊപ്പം തന്നെ ഫ്രീലാൻസിങ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻകം ഫ്രീലാൻസിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഫ്രീലാൻസിങ്ങിലേക്ക് വരാം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ട് ആയിരിക്കുക. രണ്ടാമത്തെ കാര്യം, നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം, റിസ്ക് എടുക്കാനുള്ള ഒരു മനോഭാവം. കൂടുതൽ വിശേഷങ്ങൾ പിന്നെ. ബൈ.